കട്ടിംഗ് സൗത്ത് അജണ്ടയുമായി തമിഴ്നാട്ടിൽ DMK സർക്കാർ മുന്നോട്ടു പോകുമ്പോൾ തുടർച്ചയായി തമിഴ്നാടിന്റെ പാരമ്പര്യവും സംസ്കാരവും വിളിച്ചോതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJPയും. ഇന്ന് ചോള രാജാക്കന്മാരുടെ പോരാട്ടങ്ങൾ എടുത്തു പറഞ്ഞ പ്രധാനമന്ത്രി DMK കാലങ്ങളായി കണ്ടില്ലെന്ന് നടിക്കുന്ന ഗംഗൈകൊണ്ട ചോളേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ചെയ്തു. സനാതനധർമ്മം മലേറിയ പോലെയാണെന്നും അതിനെ ഇല്ലാതാക്കുമെന്നും പ്രതിജ്ഞയെടുത്ത് അതിനെതിരെയുള്ള നീക്കങ്ങളും ഒപ്പം കട്ടിംഗ് സൗത്ത് എന്ന പേരിൽ ദുരാഷ്ട്രവാദവുമായി തമിഴ്നാട്ടിൽ സ്റ്റാലിൻ സർക്കാർ മുന്നോട്ടു പോകുമ്പോഴാണ് രാജേന്ദ്ര ചോളന്റെ മണ്ണിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത്. 1311 മാലിക് ഗഫൂർ മുതൽ 1836 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ വരെ ആക്രമണങ്ങൾക്ക് ഇരയായ രാജേന്ദ്ര ചോളന്റെ കൊട്ടാരവും രാജേന്ദ്ര ചോളൻ സ്ഥാപിച്ച ഗംഗൈകൊണ്ട ചോളേശ്വരത്തെയും DMK സർക്കാർ കാലങ്ങളായി അവഗണിച്ചുവെങ്കിൽ ചോള രാജാക്കന്മാരുടെ ചരിത്രവും അവർ ഭാരതത്തിന് നൽകിയ സംഭാവനകളും പ്രധാനമന്ത്രി ഗംഗൈകൊണ്ട ചോളേശ്വരത്തിൽ സന്ദർശനം നടത്തി ലോകശ്രദ്ധയിലേക്ക് എത്തിച്ചു. ഭാരതീയ വാസ്തുകലയുടെ അത്ഭുതമാണ് ഗംഗൈകൊണ്ട ചോളേശ്വര ക്ഷേത്രമെന്നും ജനാധിപത്യത്തിന്റെ മാതാവ് എന്ന നിലയിൽ ഭാരതത്തിന്റെ പേര് ചോള രാജ്യം ഉയർത്തിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. इतिहासकार मानते हैं कि चोला साम्राज्य का दौर भारत के स्वर्णिम युगों में से एक था. इस युग की पहचान उसकी सामरिक ताकत से होती है. मदर ऑफ डेमोक्रेसी के रूप में भारत की परंपरा को भी चोला साम्राज्य ने आगे बढ़ाया था. इतिहासकार लोकतंत्र के नाम पर ब्रिटेन के मैग्ना कार्टा की बात करते हैं, लेकिन कई सदी पहले चोला साम्राज्य में कुड़ा वोलोई अमयिप से लोकतांत्रिक पद्धति से चुनाव होते थे. നേരത്തെ കാശി തമിഴ് സംഗമം, സൗരാഷ്ട്ര തമിഴ് സംഗമം എന്നിവയും ഭാരതത്തിന്റെ പാർലമെന്റിൽ ചെങ്കോൾ സ്ഥാപിച്ചതുമൊക്കെ ദുരാഷ്ട്രവാദമുയർത്തുന്ന DMKയ്ക്കും CPM-ഉം കോൺഗ്രസും ഉൾപ്പെടുന്ന ഇന്ത്യ സഖ്യത്തിനും കനത്ത തിരിച്ചടിയായിരുന്നു. അതിനിടെയാണ് രാജ്യം ഏറ്റവും കാലം ഭരിച്ച കോൺഗ്രസും തമിഴ്നാട്ടിൽ ഭരണം കൈയാളിയ ദ്രാവിഡ കക്ഷികളും ബോധപൂർവം വിസ്മരിച്ച ചോള സംസ്കാരത്തെയും കാവേരി മുതൽ ഗംഗ വരെ ഒന്നെന്ന് പറഞ്ഞ രാജേന്ദ്ര ചോളനെയും പ്രധാനമന്ത്രിയും BJPയും കൂടുതൽ മഹിമപ്പെടുത്തുന്നത്. 2026 കേരളത്തിനൊപ്പം തമിഴ്നാട്ടിലും നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം തമിഴക രാഷ്ട്രീയത്തിൽ വലിയ ചലനം സൃഷ്ടിക്കും എന്നുള്ളത് ഉറപ്പാണ്. ജനം, തമിഴ്നാട്.